ഹോസ്പിറ്റലിൽ നിന്നും വൈദ്യ ഡിസ്ചാർജായി വന്നതിന് ശേഷവും ആ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിയ മനു അലീനയും ഫോൺ വിളിക്കുകയാണ്. അലീനയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആൻറ്റി വന്നിട്ട് ഇപ്പോഴും കലിപ്പാണല്ലേ, അങ്കിള് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതനുസരിക്കുമോ അലീനെ? മനുവേട്ടന് തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതിരിക്കുമെന്ന്? മനുവേട്ടൻ പറഞ്ഞോളൂ. അല്ല ലീന, നീ കുറച്ച് ദിവസം അവിടെ നിന്നൊന്ന് മാറി നിൽക്കോ. കുറച്ച് ദിവസത്തേക്കല്ല, കുറച്ച് നാളത്തേക്ക്. ഇവിടെ എറണാകുളത്ത് തന്നെ നിനക്കൊരു ഹോസ്റ്റൽ ഞാൻ റെഡിയാക്കി തരാം. ഒരു ചെറിയ ജോലിയും കൂടിയും സെറ്റാക്കാം. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാടി. അപ്പോൾ ആൻറ്റി തന്നെ നിന്നെ വന്ന് നേരിട്ട് വന്ന് വിളിച്ചു കൊണ്ടുവരുന്നതേ ഞാൻ കാണിച്ചു തരാം. മനുവേട്ട, എനിക്ക് അതിൽ സമ്മതേ ഉള്ളൂ, 100 വട്ടം സമ്മതമാണ്. ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുൻപേ ഈ വീട് എങ്ങനെയായിരുന്നോ അതുപോലെ ആയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ കാരണമല്ലേ ഈ വീടിപ്പോൾ ഈ നിലയിലായിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ് മനുവേട്ടാ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കാതെടി, നമുക്കെല്ലാം ശരിയാക്കിയെടുക്കാം. 2 ദിവസത്തിന് ശേഷം തന്നെ മനു നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തുകയാണ്. മനു വരുമ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ച് ഡോറ് തുറക്കുന്നത് അലീന തന്നെയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എറണാകുളത്ത് നിന്ന് നേരിട്ട് വരുന്ന വഴിയാണോ? അതേടി, ഞാൻ നേരിട്ട് വരികയാണ്. ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. വാ മനുവേട്ടാ, കയറിയിരിക്ക്. ആ, കയറാം എന്ന് പറഞ്ഞ് മനു അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? കാപ്പിയാണോ കൂൾ ഡ്രിങ്ക്സ് ആണോ, എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം എടുത്താൽ മതി, വല്ലാത്ത ചൂടുണ്ട് പുറത്ത്. അലീന അകത്തേക്ക് പോകുമ്പോൾ തന്നെ മനു വൈജയുടെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈജി ഇപ്പോൾ അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ വൈജയനെ കാണുമ്പോൾ തന്നെ മനു പറയുന്നുണ്ട്, ആഹാ, ആൻറ്റി ആൾ ഉഷാറായല്ലോ. പിന്നെ നീയൊക്കെ എന്താടാ വിചാരിച്ചത്, ഞാൻ കാലാകാലം ഈ കട്ടിലിൽ തന്നെ അങ്ങ് കിടപ്പായി പോകുമെന്നോ? ഓ, അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ല എൻ്റെ ആൻറ്റി. ആ, നീയിപ്പോൾ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാട്ടാ മനു. എൻ്റെ ആൻറ്റിക്ക് ഇതൊന്നും നിർത്താനായില്ലേ? എത്ര നാളായി കേൾക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടായി തുടങ്ങി. പറയുന്ന ആൻറ്റിക്കില്ലേ ഇതൊക്കെ കേട്ടിട്ടൊരു നാണവും മാനമൊന്നും? എന്തായാലും ആൻറ്റി ഇത്രയൊക്കെ ആയില്ലേ, ആൻറ്റി കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ, എല്ലാം കലങ്ങി തെളിയുന്നൊരു നാൾ വരും. പിന്നെ ആൻറ്റി, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. ഇതൊക്കെ ഓർത്തട്ടെ ആൻറ്റി ഒരിക്കൽ പശ്ചാത്താപം കൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ദിവസങ്ങളുണ്ടാകും. മനുവിൻ്റെ ആ വാക്ക് കേട്ടതും വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. വൈജ ചോദിച്ചു, എന്ത് പശ്ചാത്താപമാടാ എനിക്ക് തോന്നേണ്ടത്? ഏതോ ഒരു വേലയ്ക്കായിട്ട് കയറി വന്ന പെണ്ണിനെ, എൻ്റെ ഭർത്താവിനെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അവളെ വിട്ടുകൊടുക്കാത്തതോ? അതാണോടാ ഞാൻ കാണിക്കുന്ന പശ്ചാത്താപം? ഛേ, ആൻറ്റി എന്ത് വർത്താനൊക്കെയാണ് ആൻറ്റി സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാടാ സംസാരിക്കേണ്ടത്? നിൻ്റെ അമ്മയ്ക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ നീ കയ്യും കെട്ടി നോക്കി നിൽക്കോ? അതോ നീ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുമോ? വൈജയുടെ ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ട് മനുവിന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. മനുവിന് എന്ത് തിരിച്ച് പറയണമെന്ന് പോലും അറിയാതെ മനു മിണ്ടാതെ നിൽക്കുകയാണ്. മനു തിരിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്നും വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുത്തശ്ശിയും ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വൈജയ്ക്ക് ഒരു കൂട്ടായിട്ടെന്ന പോലെ മുത്തശ്ശിയും ഇപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശിയെ കാണാഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ മനു ചെല്ലാണ്. അപ്പോൾ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ മുത്തശ്ശി പറയാണ്, പഴയ പോലെയൊക്കെ തന്നെയാണ് മോനെ, ഇവിടെ ഒരു ശാന്തതയും സമാധാനവും ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എല്ലാം ശരിയാവും മുത്തശ്ശി, ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അലീനയെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് അങ്കിളിൻ്റെ സമ്മതവും കൂടി വേണമായിരുന്നു. അതെയോ, നല്ല കാര്യമാണ് മോനെ, പാവം കുട്ടിയാണ്, എത്രാന്ന് വെച്ചിട്ടാണ് അതിൻ്റെ സങ്കടം കാണുന്നത്. പക്ഷെ വല്ലാത്തൊരു മനക്കട്ടി ഉണ്ട് കേട്ടോ അവൾക്ക്, അത് ദൈവം തന്നെ കൊടുത്തതാ. അല്ലാതെ എങ്ങനെയാ മോനെ ഇത്ര ചെറുപ്രായത്തിലെ ഈ വക കുശുമ്പും കുന്നായ്മയൊക്കെ ആ കുട്ടി സഹിച്ചിങ്ങനെ കഴിയുക? എവിടേക്കാണെന്ന് വെച്ചാൽ അത് ഇറങ്ങി പോവില്ലേ പാവം കുട്ടി. ഇല്ല മുത്തശ്ശി, അവൾക്കിനി അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. അവൾക്ക് ഞാനൊരു ജോലി ശരിയാക്കുന്നുണ്ട് അങ്ങ് എറണാകുളത്ത്. അവളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ അങ്കിളിൻ്റെ സമ്മതം കൂടി കിട്ടിയാൽ മതി. ഇത് കേട്ടാണ് കേട്ടോ വൈജ റൂമിലേക്ക് വരുന്നത്. ഓ, അത് ശരി, അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. എങ്ങോട്ടാണെന്ന് നീ അവളെ കൊണ്ടുപോകുന്നത്? എറണാകുളത്തേക്ക്. അപ്പോൾ പിന്നെ ഈ വീട് വരെ വന്ന് നിനക്ക് സൗകര്യമായല്ലോ അല്ലേ?
ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? നന്നായി. എന്തായാലും എനിക്ക് ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. എനിക്കറിയാമായിരുന്നടാ നിന്റെ കണ്ണും വെട്ടത്തുനിന്നേ നീ അവളെ മാറ്റി നിർത്തില്ലാന്ന്. മുത്തശ്ശിയും മനുവും സംസാരിക്കുന്നതിനിടയിൽ വൈജയുടെ ഇടപെടൽ മനുവിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും മനു കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. വൈജ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന രീതിയിൽ തന്നെ. വൈജ പറഞ്ഞു നിർത്തിയെന്ന് ഉറപ്പാക്കിയ മനു തുടർന്ന് സംസാരിച്ചു. മനു പറഞ്ഞു, അതെ ആൻറ്റി, ആൻറ്റിയുടെ തോന്നലൊക്കെ സത്യം തന്നെയാണ്. അവളുടെ നിഴലായി ഞാൻ എന്നും കൂടെ ഉണ്ടാവും. മുത്തച്ഛനി ഞാൻ കൊടുത്ത വാക്കാണത്. പിന്നെ ഇപ്പോഴേ മുത്തശ്ശിക്കും. മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. മുത്തശ്ശിയോട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അവളെ ഞാൻ കൈവിടില്ല എന്ന്. നീ എന്ന് തുടങ്ങിയാടാ അവളെ സംരക്ഷിക്കാൻ തുടങ്ങിയത്? അതെനിക്കറിയില്ല ആൻറ്റി. ഞാൻ അവളെ കണ്ട നിമിഷം മുതൽ അവളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ വാക്കാണ്. പിന്നെ ചില സത്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൾ ജനിച്ചപ്പോൾ മുതൽ അവളെ സംരക്ഷിക്കാനുള്ള ആളാണ് ഞാനെന്ന്. ഇത്രയും പറഞ്ഞു നിർത്തിയതിന് ശേഷം വൈജയ്ക്ക് വല്ലാത്തൊരു സംശയത്തോടു കൂടെ അവനെ നോക്കി. ഇത് കേട്ട വൈജ ചോദിച്ചു, ഇത്രയ്ക്ക് അടുപ്പമുണ്ടാവാൻ മുത്തശ്ശൻ സംരക്ഷിക്കണമെന്നും ആ സംരക്ഷണം പൂർണ്ണമായും അംഗീകരിക്കാൻ മാത്രം എന്ത് ബന്ധമാടാ നിനക്കും മുത്തശ്ശനും അവളുമായിട്ടുള്ളത്? വൈജയുടെ ഈ വാക്കുകൾക്ക് മാത്രം മനു ഒരു മറുപടിയും കൊടുത്തില്ല. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ പടിവാതിലിൽ, ആ റൂമിൻ്റെ വാതിൽക്കൽ തന്നെ കയ്യിൽ ഒരു നാരങ്ങ ഗ്ലാസ് വെള്ളവുമായിട്ട് അലീന നിൽപ്പുണ്ടായിരുന്നു. മനു അലീനയെ നോക്കിയപ്പോൾ വല്ലാത്ത വിഷമത്തോടു കൂടി തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അലീനയെ കണ്ടപാടെ മനു തുടർന്നു, ആൻറ്റി ചോദിച്ചില്ലേ എന്നോട് ഞാൻ അവൾ ആരാകുമെന്ന്, അല്ലെങ്കിൽ ആരാണെന്ന്? ഇപ്പോൾ ആരും അല്ലായിരിക്കാം ആൻറ്റി, പക്ഷേ നാളെ ആവാമല്ലോ. ഞാൻ എന്തായാലും ഒരു കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പയ്യനല്ലേ. എനിക്കെപ്പോൾ വേണമെങ്കിലും അലീനയെ വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിച്ചാൽ അവളിൽ പൂർണ്ണമായ സംരക്ഷണവും അധികാരവും എനിക്ക് തന്നെയല്ലേ? അതെ ആൻറ്റി, സത്യം പറഞ്ഞതാ. നാളെ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായാലേ ഞാൻ അവളെയും വിളിച്ചങ്ങ് പോയി അവളെ അങ്ങ് വിവാഹം കഴിക്കും. ഇത് കേട്ടതും വൈജ മാത്രമല്ല അലീനയും മുത്തശ്ശിയുമാണ് ഒരുമിച്ച് ഞെട്ടിയത്. ഇത് കേട്ട വൈജ ഉടനെ തന്നെ തിരിഞ്ഞ അലീനയുടെ നേർക്ക് ചാടി. കൊള്ളാടി, കൊള്ളാം. നീയേ നല്ല കൈവശവുമായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആമ്പിള്ളേരെയും വലവീശി പിടിക്കാൻ മാത്രം എന്ത് സൗന്ദര്യമാടി നിനക്ക്. ഞാൻ കാണുന്നില്ലല്ലോ ആ സൗന്ദര്യമൊന്നും. നീ ആള് കൊള്ളാടി എന്ന് പറഞ്ഞ് വൈജ വല്ലാത്ത ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോയി. സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ മനുവിന് വല്ലാത്ത വിഷമം തോന്നി. മനു അലീനയോടും മുത്തശ്ശിയോടുമായി പറഞ്ഞു, അലീനെ, ഞാനേ ആൻറ്റിയുടെ ആ വാശിയൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പോട്ടെ, സാരില്ല കേട്ടോ. നീ ആ വെള്ളം ഇങ്ങ് കൊണ്ടുവന്ന് എനിക്ക്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എറണാകുളത്തെ ഞാൻ നിനക്കൊരു ജോലി സെറ്റാക്കിയിട്ടുണ്ട്. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അത്യാവശ്യം നിനക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സാലറിയും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഹോസ്റ്റലും നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കേ അങ്കിളിനോട് പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ പോകുമ്പോൾ തന്നെ തിരിച്ച് ഒരുമിച്ച് പോകാം കേട്ടോ, വിഷമിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് അലീനയെ സമാധാനിപ്പിച്ചുകൊണ്ട് മനു അങ്കിളിൻ്റെ റൂമിലേക്ക് പോയി. മനു അങ്കിളിനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു. അലീനയ്ക്ക് ജോലി സെറ്റാക്കിയിട്ടുണ്ടെന്നും താൻ പോകുമ്പോൾ അലീനയെ കൂടെ കൊണ്ടുപോവാമെന്നും ആൻറ്റി അവൾ മകളാണെന്നറിയുന്നത് വരെയെങ്കിലും അവൾ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു പൊടിക്ക് പോലും ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ മുമ്പ് പറഞ്ഞ അതേ വാക്ക് തന്നെ മനുവിനോട് പറഞ്ഞു. മനു, എനിക്കവളെ എൻ്റെ ഊന്നുവടിയാണ്. നീ അത് തട്ടിക്കൊണ്ടുപോയാൽ ഞാനിവിടെ വീണു പോകും. അത് നീ മനസ്സിലാക്കണം. എന്നെ നീ വീഴ്ത്തരുത് മനു. അങ്കിളിൻ്റെ ആ വാക്കുകൾ കേട്ട് മനുവിന് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ മനു തിരിച്ചു പോന്നു. എന്നാൽ ഇതേ സമയം വൈജ കമലയെ വിളിച്ച് കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. മനു പറഞ്ഞതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് വൈജ കമലയിൽ കുത്തി നിറയ്ക്കാൻ തുടങ്ങി. അതേ കമലയിടത്തി, ഒരു വിളക്ക് തയ്യാറാക്കി വെച്ചോളൂ. മകൻ്റെ ഒരു പെണ്ണിനായിട്ട് അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റേണ്ടതല്ലേ? ആദ്യത്തെ മരുമോളല്ലേ വരുന്നത്. നീ എന്തൊക്കെയാണ് വൈജ ഈ പറയുന്നത്? കമലയ്ക്ക് ദേഷ്യം തോന്നി. കമല ചോദിച്ചു, നീ ആരെ കാര്യമായി പറയുന്നത്? മൂത്ത മകൻ തന്നെ മനു. ആരെയാ കൊണ്ടുവരുന്നതെന്നല്ലേ? എൻ്റെ വീട്ടിലെ വേലക്കാരിയെ, അല്ലാതെ പിന്നെ ആരെയാ? എൻ്റെ പൊന്ന് കമലയിടത്തി, ആ ചെക്കനെ അങ്ങനെ വല്ല അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് ആ ചെക്കനെ പിടിച്ച് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കൊണ്ടുവരാൻ നോക്ക്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടാ.
ആ ചെക്കൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് വല്ലാത്തൊരു ഉപദേശവും കൊടുത്ത് വൈജ കോള് കട്ട് ചെയ്തതും കമലയ്ക്ക് വല്ലാത്ത ടെൻഷനായി. കമല ഉടൻ തന്നെ അനന്യയുടെ അമ്മയെ കോൾ ചെയ്തു. അനന്യയുടെ അമ്മയോട് പറഞ്ഞു, നമ്മുടെ അനന്യയുടെയും മനുവിൻ്റെയും വിവാഹക്കാര്യം മുന്നോട്ട് നോക്കായിരുന്നു. ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ പ്രായം എന്ന് പറഞ്ഞപ്പോൾ അനന്യയുടെ അമ്മ പറഞ്ഞു, നമുക്ക് കുട്ടികളോട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ദേ ഇവിടെ അനന്യയുണ്ട്, ഞാൻ കോള് കൊടുക്കാം എന്ന് പറഞ്ഞ് അനന്യയ്ക്ക് കോള് കൊടുത്തു. അനന്യയും കമലയും തമ്മിൽ സംസാരിച്ചപ്പോൾ അനന്യ പറഞ്ഞു, ഞാനും മനുവും ഇതുവരെ ഞങ്ങളെ വിവാഹ കാര്യത്തെക്കുറിച്ച് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ആൻറ്റി. നിങ്ങളിങ്ങനെ പറയാറുണ്ടെന്ന് മാത്രമേ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും മനസ്സിൽ ഞങ്ങൾ കൊണ്ടു നടന്നിട്ടില്ല. എങ്കിലും ഞാൻ അവനോടൊന്ന് ചോദിച്ചിട്ട് ആൻറ്റിയെ വിവരം അറിയിക്കാം എന്നവൾ പറഞ്ഞു. അവൾ ഉടനെ തന്നെ മനുവിനെ വിളിച്ച് കമലാൻറ്റി വിളിച്ച വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. മനുവിന് ചിരിയാണ് വന്നത്. താൻ പൊട്ടിച്ച ബോംബ് ഇത്ര പെട്ടെന്ന് പൊട്ടുമെന്ന് മനുവിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ലായിരുന്നു. മനു അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. മനുവിൻ്റെ ചിരി കേട്ട് അനന്യ ചോദിച്ചു, ഡാ നീ എന്നെ കളിയാക്കാണോ? ഏയ് അല്ലടി, ഞാനേ നിന്നെ എൻ്റെ ഭാര്യയായിട്ടൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ എൻ്റെ നല്ല സുഹൃത്തായിരിക്കും എന്നും. നമുക്കതുപോരെ? ഓ മതിയടാ, കമലാൻറ്റി എന്നോട് നിന്നോടൊന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെന്ന് മാത്രം. അല്ല മോനെ, എന്താണ് മനസ്സിലൊരു കള്ളച്ചിരിയൊക്കെ? ഞാനത് ഇവിടെ അറിഞ്ഞു കേട്ടോ. എടി, ഞാനേ ഒരു പാവപ്പെട്ടൊരു പാവം കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആഹാ, നീയാൾ കൊള്ളാലോ. ആരാടാ ആ ഭാഗ്യവതി? എല്ലാം ഞാൻ പറയാടി, നിന്നെ നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യാം, പോരെ? അവർ വളരെ നല്ല സുഹൃത്തുക്കളെ പോലെ സംസാരിച്ച് പിരിഞ്ഞു. ഉടൻ തന്നെ അനന്യ കമലയെ വിളിച്ച് മനു പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇതുകൂടി കേട്ട കമല അടിമുടി വിറച്ചു. കമലയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ഉടൻ തന്നെ മനുവിനെ ഫോണിൽ വിളിച്ചു. മനുവിനോട് ചോദിച്ചു, എടാ നീ അനന്യമോളോട് എന്തൊക്കെയാടാ ഈ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? നീ ഏത് പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമാടാ പറഞ്ഞത്? അതെ അമ്മേ, അമ്മ ഉദ്ദേശിച്ച പെൺകുട്ടിയുടെ കാര്യം തന്നെയാ. എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പക്വതയൊക്കെ എനിക്കില്ലേ? ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത്. അല്ലാതെ അമ്മ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരാളെയാണോ ഞാൻ വിവാഹം കഴിക്കേണ്ടത്? അങ്ങനെ അമ്മ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ അമ്മ ഒരു കാര്യം ചെയ്, അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോ. മനുവിൻ്റെ സംസാരത്തിൽ നിന്നും കമലയ്ക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണെന്ന്. കമല അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് ഒരുപാട് സമയങ്ങൾ കടന്നുപോയി. പെട്ടെന്നാണ് പുറത്താരോ കോണിംഗ് ബെൽ അടിച്ചതുപോലെ തോന്നിയത്. ചെന്ന് വാതിൽ തുറന്ന് കണ്ട കാഴ്ച കമലയുടെ ലോകം തന്നെ പിളർന്നു പോകുന്നത് പോലെ തോന്നി. അലീനയും മനുവും പൂമാല അണിഞ്ഞു നിൽക്കുകയാണ്. മനു അമ്മയോടായി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ തന്നെ അധികം വൈകിക്കണ്ട എന്ന് എനിക്ക് തോന്നി. പിന്നെ അവിടെയാണെങ്കിലും വൈജാൻ്റിയും അലീനയും വല്ലാത്ത പ്രശ്നത്തിലുമാണല്ലോ. ഞാൻ ദേ ഇവളെ ഇങ്ങ് കൊണ്ടുപോന്നു. അധികം ആർഭാടമൊന്നുമില്ലാതെ തന്നെ ഒരു രജിസ്റ്റർ മാരേജ്, പിന്നെ ഒരു താലികെട്ടും. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് മാത്രമുള്ള തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതുകൂടി കേട്ടതോടെ കമല അവിടെ തന്നെ തലകറങ്ങി വീണു. ആ വീണ വീഴ്ചയിലാണ് കമലയ്ക്ക് മനസ്സിലായത് താനിരുന്ന് ആലോചിച്ചു കൂട്ടിയ സ്വപ്നമായിരുന്നു ഇതെല്ലാമെന്ന്. ആ ദുസ്വപ്നത്തിലെന്ന പോലെ ഞെട്ടിയുണർന്ന കമല പെട്ടെന്ന് തന്നെ വൈജയെ ഫോണിൽ വിളിച്ചു. വൈജെ, വയ്യടി, എനിക്ക് എന്തൊക്കെ ഞാൻ കാണണം, എനിക്ക് വയ്യാണ്ടായി. അവളെൻ്റെ കുടുംബം നശിപ്പിക്കും വൈജെ. അവൻ ദേ അവളെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരിക്കുകയാണ്. എനിക്ക് പേടിയാവുന്നടി. ഏടത്തിയോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഈ പോക്ക് അത്ര നല്ലതല്ലെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സഹിച്ചോ ഏടത്തി, എല്ലാം ഏടത്തി സഹിച്ചോ. ഏടത്തിയുടെ യോഗം. ഇല്ലടി, ഇതിനെ ഞാൻ വഴിയൊരുക്കില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ ഇന്ന് ഞാൻ വലിച്ചു കീറി ഞാൻ ഒട്ടിക്കും. ഞാൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കമല കാറെടുത്ത് വൈജയുടെ വീട്ടിലേക്ക് തിരിച്ചു. ചെന്നിറങ്ങിയ കമല അലീനയോട് ചാടിക്കയറി, എടി അലീനെ, നീ എവിടെയും പോവാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാനാണ് അല്ലേടി? പക്ഷേ ഇതെല്ലാം കേട്ടു നിന്ന അലീന വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഞാൻ നിങ്ങളുടെ മക്കളുടെ ആരെയും പിന്നാലെ നടന്നിട്ടില്ല. അങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല താനും ഞാൻ. പിന്നെ നിങ്ങളുടെ മക്കൾ എന്നോടങ്ങനെ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം വളർത്തുദോഷമാണ്. ഇവരുടെ സംസാരം കേട്ട് പെട്ടെന്ന് മുത്തശ്ശി അകത്ത് റൂമിൽ നിന്ന്
ഹാളിലേക്ക് വന്നു. മുത്തശ്ശി ചോദിച്ചു, കമലേ, ഇവിടെ വന്ന് കിടന്ന് ഒച്ചെടുക്കാൻ മാത്രം നിനക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം? ഇവിടെ ബാലചന്ദ്രൻ ഉണ്ടടി. ഓ, അല്ലെങ്കിലും എനിക്കറിയാം അമ്മയും ഇവളെ ഭാഗത്താണെന്ന്. എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ അമ്മയും കൂട്ടുനിൽക്കാണ് അല്ലേ? അതെങ്ങനെയാടി കമലേ നിന്റെ മോൻ്റെ ജീവിതം നശിക്കുന്നത്? അലീനയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് അവൻ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നതെങ്കിലേ അവൻ്റെ ജീവിതം നന്നായി പോവുകയേ ഉള്ളൂ. ഓ, അപ്പോൾ അമ്മ എല്ലാത്തിനും മൗനസമ്മതം കൊടുത്തു കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിലും ചാവാൻ കിടക്കുന്ന അമ്മയ്ക്കെന്ത്? ഇനി മുന്നോട്ട് പോകേണ്ടത് ഞാനും എൻ്റെ മക്കളും അല്ലേ? ഇതെല്ലാം പറയുന്നത് കേട്ട് വന്ന ബാലചന്ദ്രൻ കമലയോടായി രൂക്ഷമായി പെരുമാറി. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ വീട്ടിലുള്ളവരോട് ഇങ്ങനെ മാത്രം ഒച്ചെടുക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം? നിങ്ങൾ ഒരിക്കൽ ഞാനിവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? കമലയും തിരിച്ച് അതേ ദേഷ്യത്തിൽ തന്നെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാന്താണോ? എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും ഇങ്ങനെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് നാണവും മാനവും ഒന്നും ഇല്ലാണ്ടായോ? നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഇതെല്ലാം കേട്ടുനിന്ന് ബാലചന്ദ്രൻ കമലയോടായി അലറി വിളിച്ചു. എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്നും ആരൊക്കെ ഞാൻ സംരക്ഷിക്കണമെന്നും തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഇറങ്ങിപ്പോ ഇവിടുന്ന് എന്ന് പറഞ്ഞതോടെ കമലയ്ക്ക് പെട്ടെന്ന് പേടിയായി. മുന്നൊരിക്കൽ ചൂലെടുത്ത് ആട്ടി ഓടിച്ചത് കമലയ്ക്ക് ഓർമ്മ വന്നു. കമല വൈജയോട് നിന്റെ വിധി നീ അനുഭവിച്ചു തീർത്തോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബാലചന്ദ്രൻ്റെ മുഖത്തു നോക്കി തിരിച്ചൊന്നും പറയാനുള്ള ധൈര്യം വൈജയ്ക്കില്ലായിരുന്നു. വൈജയും റൂമിലേക്ക് തിരിച്ചു നടന്നു. ബാലചന്ദ്രൻ അലീനയുടെയും അമ്മയുടെയും അടുത്തേക്കായി നടന്നു വന്ന് പറഞ്ഞു, മോളെ, നീ വിഷമിക്കരുത്, അമ്മയും വിഷമിക്കരുത്. അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ മരുമോളുടെ സ്വഭാവം അറിയുന്നതാണല്ലോ. ഇത്രയൊക്കെ മാനേഴ്സേ പ്രതീക്ഷിക്കാവൂ. അലീനയോട് പറഞ്ഞു. പല പട്ടികളും അവിടെ ഇവിടെയും നടന്ന് കുരയ്ക്കും. അതൊന്നും കേട്ട് നമ്മൾ വിഷമിക്കേണ്ട. മോള് പോയി മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോ. പിന്നെ മനുവിൻ്റെ ഇഷ്ടം അവൻ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇഷ്ടം നിനക്കു കൂടി ഉണ്ടെങ്കിലേ നമുക്കത് നടത്താട്ടോ. ഇത് കേട്ട മുത്തശ്ശിയും പറഞ്ഞു, എനിക്കും സമ്മതാണ് കേട്ടോ ബാലചന്ദ്ര. എൻ്റെ സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല. ഇത് കേട്ട അലീന ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉള്ളുകൊണ്ട് കരയുമ്പോഴും പുറമെ ചിരിച്ചു കാണിക്കാനുള്ള അലീനയുടെ മനസ്സാണ് അവളുടെ ജീവിത വിജയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.